നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്നത് ശിവപഞ്ചാക്ഷരി മന്ത്രവും പ്രയോഗങ്ങളുമാണ്. ശിവപഞ്ചാക്ഷരി മന്ത്രം ഏവർക്കും അറിയാവുന്നതാണെങ്കിലും ശിവപഞ്ചാക്ഷരി മന്ത്രത്തിൻ്റെ ധ്യാനവും അതുപോലെ ഋഷിന്യാസങ്ങളും അതുപോലെ പ്രയോഗങ്ങളുമാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. സാക്ഷാൽ പരബ്രഹ്മമൂർത്തിയായ ശിവൻ്റെ മൂലമന്ത്രമായിട്ടാണ് ഈ മന്ത്രത്തിനെ പറയുന്നത്. ഏത് പാപത്തിൽ നിന്നും മോചനം ലഭിക്കുവാനും അതുപോലെ മോക്ഷത്തിൽ പ്രാപ്തമാക്കുവാനും ഏത് ഗൃഹസ്ഥർക്കും ആർക്കും ജപിക്കാവുന്ന ഒരു മന്ത്രമായിട്ടാണ് ഈ പഞ്ചാക്ഷര മന്ത്രത്തെ പറയുന്നത്. ആദ്യമായി തന്നെ ഋഷിയും ഛന്ദസ്സും ദേവതയും പറയുന്നു. വാമദേവ ഋഷി പങ്ക്തിച്ഛന്ദ സദാശിവരുദ്രോ ദേവത. ഓം ബീജം നമ ശക്തി ശിവായേതി കീലക. ശ്രീ പരമേശ്വര ദർശന ഭാഷണ സിദ്ധാർത്ഥേ ജപേ വിനിയോഗ. ഇനി ന്യാസങ്ങളോട് പറയുന്നു. ഓം ഹൃദയായ നമ നം ശിരസേ സ്വാഹ മ ശിഖായ വഷൽ ശിം കവചായ ഹും വാം നേത്രത്രയായ വഷൽ യ അസ്ത്രായ ഫൾ. ഇങ്ങനെയാണ് ന്യാസം. അതുപോലെ കരന്യാസങ്ങളും ചെയ്തു കൊള്ളുക. ഇത് ന്യാസങ്ങളൊക്കെ പറഞ്ഞ് ജപിക്കുന്ന മുദ്രകളും എല്ലാം ദുർഗാമന്ത്രത്തിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കാണാം. ഇനി ധ്യാനം. വിപ്രോദോർഭികുടാരം മൃഗമഭയവരൗ സുപ്രസന്നോ മഹേശ സർവാലങ്കാരദീപ്ത സരസിജനിലയോ വ്യാഘ്രചർമാത്തവാസ ധ്യേയോ മുക്തപരാഗമൃതരസകലിത ദിപ്രഭ പഞ്ചവക്ത്രസ്തക്ഷ കോടീരകോടീഖടി തതുഹിനരോ ചിഷ്കലാതുംഗമൗലി. ഇങ്ങനെയാണ് ധ്യാനം. ഇനി അർത്ഥം പറയുന്നു. കൈകളിൽ കുടാരം, അതായത് കോടാരിയും മൃഗവും അതായത് മാന്, അത് മനസ്സിനെ സൂചിപ്പിക്കുന്നത്. അഭയവും വരദമുദ്രകളും കാട്ടി അത്യന്തം പ്രസന്നമായ മഹേശ്വരൻ, എല്ലാ അലങ്കാരങ്ങളാലും ദീപ്തമായിട്ടിരിക്കുന്നവൻ, താമരയിൽ വസിക്കുന്നവൻ, പുലിത്തോല് വസ്ത്രമാക്കിയവൻ, അമൃതരസത്തിൻ്റെ തിളക്കമുള്ള വെള്ളിമല പോലുള്ള പ്രകാശമുള്ളവൻ, 5 മുഖങ്ങളുള്ളവൻ, 3 കണ്ണുകളുള്ളവൻ, അനവധി കിരീടങ്ങളാൽ അലങ്കരിക്കപ്പെട്ടവൻ, അതിൽ ചന്ദ്രക്കലയുടെ തിളക്കത്താൽ ഉയർന്ന മുടിയാലും ശോഭിക്കുന്നവനെ ഞാൻ ധ്യാനിക്കുന്നു. ഇങ്ങനെയാണ്. ഇനി മൂലമന്ത്രമാണ്. നമഃശിവായ എന്നാണ്. പ്രണവം ചേരുമ്പോൾ ഓം നമഃശിവായ എന്ന മഹാമന്ത്രമാണ്. ഇനി മന്ത്രസിദ്ധിയെക്കുറിച്ചാണ് പറയുന്നത്. ഇത് മന്ത്രന്യാസാദി പൂജകളിലൂടെ ഒക്കെ ചെയ്ത് 24 ലക്ഷം ജപിച്ച് 24,000 ഒരു പായസം ഹോമിച്ച് പൂജിക്കുക. എന്നാൽ മന്ത്രസിദ്ധി വരുമെന്നാണ്. സകല പാപത്തിൽ നിന്ന് മുക്തനായി ഭവിക്കും. അതുപോലെ 5 ലക്ഷം കൂവള മരത്തിൻ്റെ ചുവട്ടിലോ അല്ലെ ശിവക്ഷേത്രങ്ങളിലോ ഇരുന്ന് ജപിച്ചാൽ അതിൽ കൂടെ തന്നെ സിദ്ധി വരുന്ന ഒരു മന്ത്രമായിട്ടാണ് പറയുന്നത്. ഇനി പ്രയോഗം. ദ്വിസഹസ്രം ജപേന സകലരോഗവിമുക്തികം ത്രിസഹസ്രം ജപേന ദീർഘായുഷ്പ്രാപ്തി സഹസ്രവർദ്ധിതജേജ സർവാഭിഷ്ടസിദ്ധിയ കോടീജപേക്ഷ സാക്ഷാത് ശിവത്വപ്രാപ്തി. അതായത് 2000 ഒരു ജപിച്ചാൽ സകല രോഗങ്ങളിൽ നിന്നും മുക്തനായിത്തീരും. 3000 ഒരു ജപിച്ചാൽ ദീർഘായുസ്സുണ്ടാകും. 1000 ഒരു വീതം വർദ്ധിപ്പിച്ച് ജപിച്ചാൽ എല്ലാ അഭീഷ്ടങ്ങളും സാധിക്കും. അങ്ങനെ 1 കോടി ജപിച്ച് കഴിയുമ്പോൾ അവൻ സാക്ഷാൽ ശിവനായി മാറുമെന്നാണ്. അത് ശിവതത്വമാണത്. പിന്നെ നെയ്യ് കുഴച്ച എള്ളുകൊണ്ട് 1,00,000 ഒരു ഹോമിച്ചാൽ ക്ലേശങ്ങളെല്ലാം നശിക്കും. അതായത് നമ്മുടെ നിത്യജീവിതത്തിൽ വരുന്ന എല്ലാ ദുഃഖങ്ങളും നശിക്കുമെന്ന്. എള്ളു ഹോമിച്ചാൽ അധർമ്മനാശം വരുമെന്നും കടുക് ഹോമിച്ചാൽ ശത്രുനാശം വരുമെന്നും പറയുന്നു. അത് നമ്മുടെ ഉള്ളിലെ തന്നെ ശത്രുവാണ്. ശാന്തി ഹോമങ്ങളാണെല്ലാം. 108 ഒരു കറുക ഹോമിച്ചാൽ സകല രോഗങ്ങളും ശമിക്കുമെന്നും കടലാടിയും ശുദ്ധ ഹവിസും കൂടി ഹോമിച്ചാൽ ഏത് ജ്വരവും ശമിക്കുമെന്ന് പറയുന്നു. പിന്നെ ഈ ശിവമന്ത്രത്തിൻ്റെ ഇതൂടെ പറയുന്നു. നമഃശിവായ എന്ന 5 അക്ഷരങ്ങൾ, അതായത് പവിത്രവും പ്രാചീനവുമായ മന്ത്രമായിട്ട് ന മ ശി വ യ എന്ന 5 അക്ഷരങ്ങളിൽ നിർമ്മിതമായിട്ട് സാക്ഷാൽ പരമശിവൻ്റെ സ്വരൂപമായി തന്നെ എല്ലാ ഗ്രന്ഥങ്ങളിലും വിശേഷിപ്പിക്കുന്നുണ്ട്. യജുർവേദത്തിലാണ് ആദ്യമായിട്ട് ഈ നമഃശിവായ എന്ന മന്ത്രഭാഗം വരുന്നത്. അവിടെ ശിവൻ സർവ്വവിശ്വത്തിൻ്റെയും അതുപോലെ ഭക്തരുടെ ദുഃഖങ്ങൾ നീക്കുന്ന കരുണാമൂർത്തിയായിട്ടുമൊക്കെ സ്തുതിക്കുന്നു. പിന്നെ ശിവപുരാണത്തിൽ പഞ്ചാക്ഷരി മന്ത്രത്തിനെ മന്ത്രരാജമെന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ ജപം മനുഷ്യനെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുകയും ശിവൻ്റെ അനുഗ്രഹം നേടാൻ സഹായിക്കുമെന്നുമാണ് പറയുന്നത്. ഇങ്ങനെ അതുപോലെ ഈ 5 അക്ഷരങ്ങൾ പഞ്ചഭൂതങ്ങളായ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നീ തത്വങ്ങളെ പ്രതിനിധീകരിക്കുന്നുവെന്നും അതുകൊണ്ട് തന്നെ ഈ മന്ത്രജപം ജഗത്തിൻ്റെ ഐക്യം പ്രാപിക്കാൻ നമ്മളെ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്.
പിന്നെ പല ഗ്രന്ഥങ്ങളിലും മന്ത്രമഹാർണവം പോലുള്ള ഗ്രന്ഥങ്ങളിൽ പഞ്ചാക്ഷരിയുടെ ജപവും ദേഹശുദ്ധിയും മനഃശാന്തിയും അതുപോലെ ആത്മീയ പാതയിലേക്കും മോക്ഷത്തിലേക്കുമുള്ള വഴിയായി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പഞ്ചാക്ഷരി മന്ത്രം ഒരു മഹാമന്ത്രമാണ്. ഇത് ഒരു സാധാരണ അങ്ങനെ ഒരു ഗൃഹസ്ഥർക്ക് പോലും ജപിക്കാവുന്നതാണ്. അതുപോലെ പക്ഷേ ഋഷീന്യാസങ്ങളും ഇതുപോലെ ഉപാസിച്ച് സിദ്ധിയിലേക്കും മോക്ഷത്തിലേക്കും കടക്കേണ്ടവർ തത്തുല്യമായ ഒരു ഗുരുവിൻ്റെ അടുത്ത് നിന്ന് ഉപദേശം ഒരു ശിവ സമ്പ്രദായത്തിലുള്ളവരിൽ നിന്ന് വാങ്ങി സ്വീകരിച്ച് ജപിക്കുക. അതോടുകൂടി ബാക്കി ഒരു ദേവതയുടെയും ഉപാസനയുടെ ആവശ്യമില്ല. ഈ സാക്ഷാൽ പരമശിവൻ തന്നെ ഈ പഞ്ചാക്ഷരിയിലൂടെ പ്രസാദിക്കുമെന്നാണ് പറയുന്നത്.